ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുടുംബക്കാരുമായിട്ടുള്ളൊരു ചെറിയൊരു ഔട്ടിംഗ് ആണ്. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് ഭാഗത്തെ താമരപ്പാടം എന്ന സ്ഥലത്തേക്കാണ്. നിങ്ങൾ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയതൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴ കണ്ടിന്യൂസ് ആയിട്ടില്ല, ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് പോകുന്ന വഴിക്കൊന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല. അപ്പോൾ ഈ വ്യൂസൊക്കെ നിങ്ങൾ അത്യാവശ്യം വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പോരാത്തതിന് ഈ സമയം അടിപൊളിയായിരുന്നു. കാരണം ഫുള്ളും ഗ്രീനറിയാണ്. മഴയൊക്കെ വന്നതുകൊണ്ട് പുല്ലുകളൊക്കെ നല്ലോണം മുളച്ച് വരുന്നതാണ്. പിന്നെ അത് ഫുള്ളും പാടങ്ങൾ ഫുള്ളും പച്ചപ്പായിരിക്കും. കാരണം ഫുള്ളായിട്ട് പഞ്ചകളൊക്കെ വന്നിട്ടുണ്ടാകും. കതിരൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, മലകൾ. ഇത് പറമ്പിക്കുളം നെല്ലിയാമ്പതി അതിൻ്റെ കണക്ഷനായിട്ട് വരുന്നതാണ് മല. അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട് അങ്ങനെ കുറേ ഭാഗങ്ങളിൽ നിന്നൊക്കെ അടക്കം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ഏരിയ ഇവിടെ ഫോട്ടോസ് എടുക്കലാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും കുറേ പേര് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്ലേസാണ് കേട്ടോ. പാടമൊക്കെ കതിരൊക്കെ ഡിഫറെൻറ്റ് 2 ടൈപ്പ് നിലകളൊക്കെ വെച്ച് ബോർഡേഴ്സൊക്കെ ഒരു ഡിഫറെൻറ്റ് കളർ ലുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാക്കിയിട്ട് എന്താ ഒരു നേച്ചർ ഫീല് ഫുള്ളായിട്ട് അങ്ങോട്ട് തരുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് പറയുന്ന സാധനങ്ങൾ അധികം ഉപയോഗിച്ചിട്ടില്ല അതിൽ തന്നെ. മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പോൾ ആളിനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കൊരു താല്പര്യമൊന്നും കാണില്ല. ഒരു ചമ്മൽ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ നോക്കി ട്രൈ ചെയ്തു വീഡിയോസൊക്കെ എടുക്കാൻ. പക്ഷെ ആൾക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് ആൾക്ക് ഫുൾ എക്സ്പ്ലോറിങ് ആണ്. ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. എടുത്തു നിൽക്കണമെന്നോ ആവശ്യമില്ല, ഇങ്ങനെ ഓടണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഹൈലൈറ്റാണ്, ഫോട്ടോ സ്പോട്ടാണ്. ഐ ലവ് കൊല്ലങ്കോട് എന്ന് ഇത്. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം കുറേ ആൾക്കാർ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഹട്ടിലേക്ക് മാറി നിന്നു. പക്ഷേ ഈ മഴ അധിക നേരം നിൽക്കണില്ല, വന്ന് പോവുകയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ കാണാൻ പറ്റി. ഇതിപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യത്തോളം ഇങ്ങനെ റൗണ്ട് അടിച്ചു. കാരണം മഴ പെയ്യുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഒന്നും കൂടി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഇറങ്ങിയതാണ്. ഇത് നമ്മൾ ഐ ലവ് കൊല്ലങ്കോട് കണ്ടില്ലേ, അതിന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വെളിയിൽ ചെറിയ കടകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, വലിയ എന്താ പറയുക, ടേസ്റ്റ് ഒന്നും വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്കും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ പിന്നെ വേറെ ഓപ്ഷനും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ആൾക്ക് മധുരം ഭയങ്കര താല്പര്യമായതുകൊണ്ട് നല്ലോണം കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ.